അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കീ ഫ്രെയിം എഡിറ്റർ ഇൻ എഡിറ്റ് പേജ്. നമ്മുടെ എഡിറ്റ് പേജിൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വെച്ചതിന് ശേഷം എനിക്ക് ഈ വീഡിയോയിൽ സ്മൂത്ത് ഒരു സൂം ആനിമേഷൻ കൊടുക്കണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ പ്ലേ ഹെഡ് ഇവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇൻസ്പെക്ടർ പാനൽ വരുന്നു. ട്രാൻസ്ഫോമിൽ സൂമിൻ്റെ കീ ഫ്രെയിം, ഈ ഒരു കീ ഫ്രെയിം ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുന്നുണ്ട്. കൊടുത്തതിന് ശേഷം ഈ പ്ലേ ഹെഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും ഇൻസ്പെക്ടർ പാനലിൽ വരുന്നു. ട്രാൻസ്ഫോമിൽ സൂമിൻ്റെ വേല് കൂട്ടിയിട്ട് കൊടുക്കുന്നു. കൂട്ടിയിടുമ്പോഴത്തേക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് നമുക്കിവിടെ ഒരു സൂം ആനിമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്കിതാ നമ്മൾ കൊടുത്ത കീ ഫ്രെയിംസ് എല്ലാം നമുക്കിവിടെ കാണാവുന്നതാണ്. ട്രാൻസ്ഫോമിൽ സൂം XY പൊസിഷനിൽ ഇവിടെ കീ ഫ്രെയിം വന്നിട്ടുണ്ട്. ഈ കീ ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് കീ ഫ്രെയിം കർവ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു സ്പീഡ് ഗ്രാഫ് പോലെ ഒരു വ്യൂവിൽ നമ്മുടെ കീ ഫ്രെയിംസ് വരുന്നതായിരിക്കും. അതിനുശേഷം സൂം ആനിമേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ജസ്റ്റ് ഈ കീ ഫ്രെയിമെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കുറച്ച് കർവ്സിൻ്റെ ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈസ് ഇൻ ആൻഡ് ഈസ് ഔട്ട് അത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂം ആനിമേഷൻ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്തായിട്ട് വരുന്നതായിരിക്കും. കണ്ടില്ലേ, സ്മൂത്തായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കീ ഫ്രെയിമിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണാം. ഇത് ഷോ കീ ഫ്രെയിം ട്രേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ കീ ഫ്രെയിമിൽ നമ്മൾ കൊടുത്ത കീ ഫ്രെയിം താഴെ കാണുന്നതായിരിക്കും. നമുക്കത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ കീ ഫ്രെയിമിൻ്റെയൊക്കെ ലെങ്ത്, ഡിസ്റ്റൻസ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റാണ് വെർട്ടിക്കൽ വീഡിയോ വ്യൂവർ. നമ്മൾ മുമ്പ് വെർട്ടിക്കൽ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രിവ്യൂ പാനൽ വളരെ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് കളർ പേജിലേക്ക് പോകുമ്പോഴും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയൊരു അപ്ഡേറ്റിൽ നമുക്ക് വെർട്ടിക്കൽ വീഡിയോ വ്യൂവർ എന്ന് പറഞ്ഞ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എഡിറ്റ് പേജിൽ വന്നിട്ട് ഈ ഒരു ഐക്കൺ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വെർട്ടിക്കൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രിവ്യൂ പാനൽ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമ്മുടെ വീഡിയോസ് നമുക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കളർ പേജിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ ഒരു ഓപ്ഷൻ വളരെ യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അപ്ഡേറ്റ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ് ലേയേഴ്സ് ഓൺ ടൈം ലൈനാണ്. നമ്മുടെ ഫോട്ടോഷോപ്പിൽ ചെയ്ത PSD ഫയൽസ് നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പ്ലിറ്റ് PSD ലേയേഴ്സ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോഷോപ്പിൽ ചെയ്ത PSD ഫയൽസിൻ്റെ ഓരോ ലേയേഴ്സും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സ്പ്ലിറ്റായി കിട്ടുന്നതാണ്. അത് ഓരോ ട്രാക്കിലായിട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ, മോഷൻ ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഡൗൺസ് റിസോൾവിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു അപ്ഡേറ്റ് വളരെ മോഷൻ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ നമ്മുടെ നാലാമത്തെ അപ്ഡേറ്റാണ് ടെക്സ്റ്റ് പ്ലസ് ആൻഡ് മൾട്ടി ടെക്സ്റ്റ്. ഞാൻ ഇവിടെ നമ്മുടെ എഫക്ട്സ് പാനലിൽ പോയതിന് ശേഷം ഞാൻ ടെക്സ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു പ്രീസെറ്റ് ഞാൻ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാനൊരു പാരഗ്രാഫ് നമ്മുടെ ഈ ടെക്സ്റ്റ് പ്ലസ് കസ്റ്റം ടെക്സ്റ്റ് മാറ്റി ഡിലീറ്റ് ചെയ്തിട്ട് ഞാനൊരു പാരഗ്രാഫ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ടെക്സ്റ്റ് എല്ലാം നമുക്കൊരു ഒറ്റ ലൈനായിട്ടാണ് വരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ DaVinci 20 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ലേഔട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ടൈപ്പ് പോയിൻ്റ് എന്നാണ് കിടക്കുന്നത്. ലേഔട്ട് ടൈപ്പ് പോയിൻ്റ് ആണ് കിടക്കുന്നത്. ഇത് മാറ്റിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. കൊടുത്തതിന് ശേഷം ഇവിടെ റാപ്പ് ടു ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് എനേബിൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ഫോർമാറ്റിൽ നമ്മുടെ ടെക്സ്റ്റ് എല്ലാം നമുക്ക് അറേഞ്ച് ആവുന്നതായിരിക്കും. നമുക്ക് ടെക്സ്റ്റിൻ്റെ സൈസ് കുറയ്ക്കാം, അതുപോലെ തന്നെ വിഡ്ത്ത് കുറയ്ക്കാം, വിഡ്ത്ത് കൂട്ടുമ്പോഴത്തേക്കും നമുക്കൊരു പാരഗ്രാഫ് അറേഞ്ച് ചെയ്യുന്ന പോലെ നമ്മുടെ ടെക്സ്റ്റുകൾ വരുന്നതായിരിക്കും. ഫോണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ടെക്സ്റ്റ് പ്ലസ്സിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് മൾട്ടി ടെക്സ്റ്റ് നമ്മൾ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ടെക്സ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ടെക്സ്റ്റ് ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് പോയിൻ്റ് ടെക്സ്റ്റ് വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബോക്സ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ സർക്കിൾ ലേഔട്ട് പോലെയാണ് വേണ്ടതെങ്കിൽ അതുപോലെ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ്
സർക്കിൾ ലേഔട്ട് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സർക്കിൾ ലേഔട്ടിൻ്റെ പോലെ നമുക്കൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. ആ ടെക്സ്റ്റ് നമുക്ക് ടെക്സ്റ്റ് 2 എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിയിട്ട് ക്യാപ്സ് ലോക്ക് കൊടുത്തിട്ട് ഹെഡിങ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ടെക്സ്റ്റ് 1 എന്നുള്ളത് ഞാൻ ജസ്റ്റ് അവിടെ ഞാൻ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് നമ്മുടെ ലേഔട്ടിൽ പോയിട്ട് അത് നമുക്കിത് പോയിന്റ് മാറ്റി ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നു, റാപ്പ് ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുന്നു, സൈസ് കുറച്ചിട്ട് കൊടുക്കുന്നു, അതുപോലെ തന്നെ വിഡ്ത്ത് കൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം സൈസ് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയിട്ട് ഈ ടെക്സ്റ്റ് ഞാൻ സെറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റുകൾ ലെയർ ബൈ ലെയർ ആയിട്ട് നമുക്ക് മൾട്ടി ടെക്സ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 5ാമത്തെ അപ്ഡേറ്റ് ആണ് ക്വിക്ക് എക്സ്പോർട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? ഡെലിവർ ടാബിൽ പോയിട്ട് ഇങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ പുതിയൊരു അപ്ഡേറ്റിൽ ക്വിക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഞാൻ ഇവിടെ വെർട്ടിക്കൽ ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രീസെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എവിടെയാണ് പോകേണ്ടത്, എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്വിക്കായിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് എക്സ്പോർട്ട് ആവുന്നത്. ഈ പ്രീസെറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ ഡെലിവർ പേജിൽ പോയിട്ട് നമ്മുടെ സെറ്റിങ്സ് ക്വിക്ക് ടൈം ആണോ അതോ MP4 ആണോ നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള സെറ്റിങ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ടൈം ലൈൻ റെസൊല്യൂഷൻ അതിൽ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഞാൻ ജസ്റ്റ് ഇവിടെ 1080p 90 വെർട്ടിക്കൽ റെസൊല്യൂഷനാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് സേവ് ആസ് ന്യൂ പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സേവ് ആസ് ന്യൂ പ്രീസെറ്റ് എന്ന് പറഞ്ഞൊരു പോപ്പപ്പ് വരും. ഇവിടെ ഞാൻ വെർട്ടിക്കലിന് ജസ്റ്റ് കൊടുത്തതിന് ശേഷം ഞാനൊരു വേറൊരു ഐക്കൺ കൊടുക്കാം. ഞാൻ ഈ ഐക്കൺ യൂസ് ചെയ്തിട്ട് സോ ഞാൻ വേറൊരു ഐക്കൺ കൊടുത്തതിന് ശേഷം ആഡ് ടു ക്വിക്ക് എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് കൊടുത്തതിന് ശേഷം ഞാൻ എഡിറ്റ് പേജിൽ വരുന്നു. ഇവിടെ നമുക്ക് ക്വിക്ക് എക്സ്പോർട്ട് ഉണ്ട്. ഞാൻ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് വെർട്ടിക്കൽ എന്ന് പറഞ്ഞ് വീണ്ടും നമുക്കൊരു പ്രീസെറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാണിക്കും. ലൊക്കേഷൻ കൊടുത്തിട്ട് ഫയൽ നെയിം കൊടുത്തതിന് ശേഷം സേവ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സുകൾ നമ്മുടെ DaVinci Resolve 20 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോകളിൽ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.